ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകന്മാരെ പറ്റിയാണ്. 3 നവോത്ഥാന നായകന്മാരെ പറ്റിയേ ഉള്ളൂ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് പഠിക്കുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം ശാസ്താംകോവിൽ, കന്യാകുമാരി. എവിടെയാണ്? ശാസ്താംകോവിൽ എവിടെയാണ്? കന്യാകുമാരിയിലാണ്. അപ്പം വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം ഇനി ശാസ്താംകോവിൽ കണ്ടില്ലെങ്കിൽ കന്യാകുമാരി എന്നാണേലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബബിൾ ചെയ്യണം. പിന്നെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ചോദ്യം ചോദിക്കാം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം നടപ്പിലാക്കിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. സവർണ അവർണ വ്യത്യാസമില്ലാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം അത് നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇനി ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അപ്പൊ നമ്മൾ ഒന്നാമത് പ്രധാനമായിട്ടും പഠിച്ചത് എന്താണ്? സമപന്തി ഭോജനം. രണ്ടാമത് പഠിക്കുന്നു ചാന്നാർ ലഹള. എന്തായിരുന്നു ചാന്നാർ ലഹള? മേൽമുണ്ട് സമരം അല്ലെ, മാറുമറയ്ക്കാനുള്ള സമരമായിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത്. നാടാർ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവർണ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു. അത് നേടിക്കൊടുത്ത ലഹളയാണ് അല്ലെങ്കിൽ സമരമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അപ്പൊ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്? വൈകുണ്ഠസ്വാമികൾ. അടുത്തത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. സമത്വ സമാജം ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? സമപന്തി ഭോജനം, ചാന്നാർ ലഹള, സമത്വ സമാജം. ഇത് മൂന്നും ആരുമായിട്ടാണ്? വൈകുണ്ഠസ്വാമികളായിട്ട്. ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കണം, കാരണം ഒത്തിരി പേരുടെ പഠിക്കുമ്പോൾ നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് പറഞ്ഞത് സമപന്തി ഭോജനം, ചാന്നാർ ലഹള, സമത്വ സമാജം. ഇത് മൂന്നും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ നടന്നതാണ്. ഇനി അടുത്തത് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. എങ്ങനെയാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം. അപ്പം അത് ഓർത്തു വെക്കാനായിട്ട് ഞാനൊരു കോഡ് പറയാം. വൈകുണ്ഠത്ത് സ്വാമി പൂജ എന്ന വേല ചെയ്തപ്പോൾ കൂലി കിട്ടി. വൈകുണ്ഠത്ത് സ്വാമി എന്ന് പറയുമ്പോൾ വൈകുണ്ഠസ്വാമികളെ ഓർക്കുക. വേല ചെയ്തപ്പോൾ കൂലി കിട്ടി. അപ്പം സ്വാമി ആകുമ്പോൾ പൂജ ചെയ്യുമ്പോൾ എന്താണ്? അതൊരു വേലയാണ് അല്ലെ. അപ്പൊ ആ വേല ചെയ്തപ്പോൾ അത് കൂലി കിട്ടി എന്ന് ഓർക്കുക. ഇതിനകത്ത് വലിയ അർത്ഥമൊന്നും കണ്ടുപിടിക്കരുത്, അത് ഓർത്തിരിക്കാനുള്ള ഒരു കോഡ് മാത്രം ആണ്. അടുത്തത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചു? വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ വൈകുണ്ഠസ്വാമികളെ പറ്റി ഓർത്തു വെക്കാലോ. എന്തൊക്കെയായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. പിന്നെ ചാന്നാർ ലഹള, സമപന്തി ഭോജനം, സമത്വ സമാജം, ഇതൊക്കെ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ വൈകുണ്ഠസ്വാമികൾ ജനിച്ച സ്ഥലം ശാസ്താംകോവിൽ, കന്യാകുമാരി. പിന്നെ നമ്മളൊരു പ്രഖ്യാപനം കേട്ടു, വേല ചെയ്താൽ കൂലി കിട്ടണം. അതിന്റെ കോഡ് ഓർത്ത് വെക്കുക. വൈകുണ്ഠത്തെ സ്വാമി വേല ചെയ്തപ്പോൾ കൂലി കിട്ടി. എന്ത് വേല ചെയ്ത? പൂജ എന്ന വേല ചെയ്തപ്പോൾ കൂലി കിട്ടി. അപ്പൊ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് ഓർക്കുമ്പോൾ വൈകുണ്ഠസ്വാമികളെ ഓർക്കുക. ഇനി നമുക്ക് അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവിലേക്ക് പോകാം. ആരാണത്? ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം കണ്ണമ്മൂല. എന്താണ്? കണ്ണമ്മൂല. തിരുവനന്തപുരത്തുള്ള കണ്ണമ്മൂല എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികള് ജനിച്ചത്. യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ. ഇനി മിശ്രഭോജനം. എന്താണ് മിശ്രഭോജനം? സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളുടെ ആണെങ്കിൽ മിശ്രഭോജനം ചട്ടമ്പി സ്വാമികളുടെയാണ്. ഓർത്തു വെക്കുക. വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം, മിശ്രഭോജനം ചട്ടമ്പി സ്വാമികൾ. ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളെ പറ്റി പഠിക്കാം. 2 ഓർത്തിരുന്നാൽ മതി. 1 വേദാധികാര നിരൂപണം, 2 പ്രാചീന മലയാളം. 1 വേദാധികാര നിരൂപണം, 2 പ്രാചീന മലയാളം. ഇനി
ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഇമ്പോർട്ടന്റ് ആണ്. PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പത്മനയാണ്. എവിടെയാണ്? പത്മന. പത്മനയല്ല, പത്മന. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചട്ടമ്പി സ്വാമികളെ പറ്റി ഓർത്ത് വെക്കുക. പ്രധാനമായിട്ടും മിശ്രഭോജനം ഓർത്ത് വെക്കുക. വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം, ചട്ടമ്പി സ്വാമികൾ മിശ്രഭോജനം. പിന്നെ പ്രധാന കൃതികളും വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒത്തിരിയും പേര് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. ജനിച്ച സ്ഥലം എല്ലാവർക്കും അറിയാം, ചെമ്പഴന്തി, തിരുവനന്തപുരം. എവിടെയാണ്? ചെമ്പഴന്തി, തിരുവനന്തപുരം. ഇനി ശ്രീനാരായണ ഗുരു ഒത്തിരി അറിവുകൾ അല്ലെങ്കിൽ ഒത്തിരി വാക്യങ്ങൾ, അഭിപ്രായങ്ങൾ ചെയ്തിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഓരോ വാക്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിക്കും. അതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി മനുഷ്യൻ ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതം ഏതായാലും ആര് നന്നായാൽ മതി? മനുഷ്യൻ നന്നായാൽ മതി. നല്ലൊരു കോട്ടാണ്. ഈ കോട്ട് പറഞ്ഞതും ആരാണ്? ശ്രീനാരായണ ഗുരു. അടുത്തത് എന്താണ് പറഞ്ഞത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. എന്താണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അപ്പം 3 കോട്ടുകൾ നമ്മൾ പഠിച്ചു. ഈ 3 കോട്ടുകളും ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ഓർത്തു വെക്കുക. മതത്തെ പറ്റി പറയുന്നത്, അതുപോലെ തന്നെ വിദ്യയെ പറ്റി പറയുന്നത്, അതൊക്കെ എന്താണ്? ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പ്രധാന കൃതികൾ ആരുടെ? ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ നമുക്ക് നോക്കാം. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ദൈവദശകമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇത് ഇത്ര ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരു പ്രധാനമായിട്ടും കുറെ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ടോ? അപ്പം ഈ പ്രതിഷ്ഠകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ. എന്താണ്? അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ. 2 കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ. കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ഇപ്പൊ 3 പ്രതിഷ്ഠകൾ പ്രധാനമായിട്ടും വരുന്ന അതാണ്. അത് 3ഉം ഓർത്തു വെക്കുക. അരുവിപ്പുറം, കാരമുക്ക്, ശിവഗിരി എന്നോർത്ത് വെച്ചാലും മതി. അരുവിപ്പുറം, കാരമുക്ക്, ശിവഗിരി. ചിലപ്പം ഓപ്ഷനില്ല, ക്വസ്റ്റ്യൻ തന്നിട്ട് ഓപ്ഷനില് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠകളിൽ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവസാനം പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. ആലപ്പുഴയിലുള്ള കളവൻകോട് എന്ന സ്ഥലത്താണ് അവസാന പ്രതിഷ്ഠ നടത്തിയത്. ഇനി പറയാനുള്ളത്, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. അപ്പം ഒരുപാട് ക്ഷേത്ര നിർമ്മാണങ്ങൾ, ഇപ്പൊ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് ദേവാലയങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു കൂട്ടുന്നതിലല്ല, ജനങ്ങൾക്ക് എന്തു കൊടുക്കണം? വിദ്യ കൊടുക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഈ കോട്ടിലൂടെ ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ചത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞ പ്രമുഖനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ശ്രീനാരായണ ഗുരു. പിന്നെ ഇത്രേ ഉള്ളൂ. നമ്മൾ 3 ആൾക്കാരെ പറ്റിയാണ് പഠിച്ചത്. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. കുറച്ച് ഫാക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നോട്ടുകളാണ്. അതുകൊണ്ട് ശരിക്കും പഠിക്കുക. പിന്നെ നാളെ എന്താണ്? ക്രിസ്മസ് ആണ്. അപ്പം ക്രിസ്മസിന്റെ എല്ലാ പുതുവത്സരാശംസകളും നിങ്ങൾക്ക്, ക്രിസ്മസിന്റെയും പുതുവത്സരാശംസകളും എല്ലാം നേരുന്നു. അപ്പൊ അടുത്ത പുതുവത്സരം ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും എന്താണ്? ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ശ്രമിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.